ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, അതുപോലെ തന്നെ ലൈക്കും സബ്ബൊക്കെ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ രാവിലെ തന്നെ നീച്ച് പിന്നെ ഇന്നിപ്പോൾ ദോശയും സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നലെ ഇതാ നമുക്ക് സാമ്പാർ കഷ്ണമൊക്കെ കൊണ്ടുവന്ന് തന്നിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ മീൻ ഇതാ വാങ്ങിയിരിക്കണം. മീൻ ഇതാട്ടോ വത്തളുണ്ടല്ലോ, ആ മീനാണ്. അപ്പോൾ ഇതാ ദോശമാവ് ഇന്ന് അങ്ങോട്ട് ശരിയായില്ല കേട്ടോ. അപ്പോൾ നൊരയൊന്നും വന്നില്ല. അപ്പോൾ മഴ ഇറ്റാ തോന്നുന്നുണ്ട്. ഞാൻ അരച്ചപ്പോഴും കുറച്ച് വൈകിട്ടാട്ടോ അരച്ചത്. അപ്പം ദോശമാവൊന്നും പൊന്തി വരാതെ ഇന്ന് എന്താവോ ഏതാവോ ഒന്നും അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ മുറിച്ചിട്ട് സാമ്പാർ അങ്ങോട്ട് ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ നമുക്ക് കടിക്കും പിന്നെ നമ്മൾ ചോറിനും ഒക്കെ ഉള്ളൊരു കറി തന്നെയാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് വേറെ കറിയൊന്നും ഉണ്ടാക്കണില്ല. അപ്പോൾ എന്തായാലും ഇതാ നമുക്ക് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് വേണം നമുക്ക് മീനൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ എല്ലാതും ചടപടേനെ അങ്ങോട്ട് ചെയ്യാൻ കേട്ടോ. അപ്പം നമുക്ക് പഞ്ചായത്തൊക്കെ പോകേണ്ട ഒരു ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ പോകണം. അപ്പോൾ വേഗം 10:30 ആകുമ്പോഴത്തേനും പോകണം എന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുടുംബശ്രീയിലെ എന്താ ADS CDS അവരെ പരിപാടികളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ADSന് പോവാൻ പറ്റാത്ത അതുകൊണ്ട് ഞാനാണ് കേട്ടോ ഒന്ന് പോയത്. നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയുന്നില്ല, എന്നാലും പോയി എന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ സാമ്പാർ കഷ്ണങ്ങളൊക്കെ മുറിച്ച് റെഡിയാക്കി. ഇനിയിപ്പോൾ തേങ്ങ ഒന്നും അരക്കണില്ല കേട്ടോ. അപ്പോൾ തേങ്ങ കണ്ടിട്ട് നിങ്ങൾ കരുതും തേങ്ങ അരച്ചതാണോ കരുതണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും തേങ്ങ അരക്കാത്തൊരു കറിയാണ്. അപ്പോൾ ഇത് തേങ്ങാമുറി ഞാനത് എലിൻ്റെ ഭയങ്കര ശല്യമുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ തേങ്ങാമുറിയൊക്കെ ഞാനിതിലിട്ടിട്ട് നമ്മൾ രാത്രി ആയാലും മേശമ്മ കൊണ്ടുവയ്ക്കലാട്ടോ. തക്കാളിയും തേങ്ങയും ഉള്ളിയൊക്കെ എലി കൊണ്ടുപോകുക കേട്ടോ. ഇപ്പം എന്താ അറിയില്ല. പിന്നെ എലിക്കണിയൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ പിടിച്ചിട്ടൊന്ന് കൊല്ലാന്ന് പറയുമ്പോൾ അതൊരു പാവം തോന്നും. ഒരു ദിവസം ഞാനിതുപോലെ പിടിച്ചിട്ട് ഞാൻ രാവിലെ അതിനെ കുറേ ദൂരത്ത് കൊണ്ടുപോയിക്കാണ്ട് തുറന്ന് വിട്ട് പോകുന്നു കേട്ടോ. കൊന്നതൊന്നുമില്ല കേട്ടോ. ഞാനെപ്പോഴും അങ്ങനെ പറയും, കൊല്ലണ്ടെന്ന് പറയും. അങ്ങോട്ട് ഒരു ജീവനല്ലേ. അപ്പോൾ അത് അതിനെ നമ്മൾ കൊല്ലുമ്പോൾ അത് എത്രത്തോളം ഇതായി ചത്തു പോകുമ്പോൾ ഒരു ഇതല്ലേ, വിഷമല്ലേ, കാണുമ്പോൾ ഒരു സങ്കടം കേട്ടോ. അപ്പോൾ ഞാൻ കൊല്ലാറില്ല കേട്ടോ. അങ്ങനെ അതിനെയൊക്കെ ഒക്കെ റെഡിയാക്കി ആ പരിപ്പ് വേഗം വെച്ചിരിക്കണം. പിന്നെ നമ്മൾ ചായ വെച്ചിട്ട് കുടി കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ അതാ ഉമ്മ വന്നിരിക്കണം കേട്ടോ. അതാ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പോൾ ഉമ്മ വന്നിട്ട് ഒരാഴ്ചയൊക്കെ ആവാനായിട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഉമ്മക്ക് ഒരു ഗ്ലാസ് ചായയൊക്കെ കൊടുത്ത് ഞാനും ബാക്കിയുള്ള ചായ ഞാനും കുടിച്ച് അങ്ങനെ നമ്മളിതാ പരിപ്പൊക്കെ വെന്തിക്കണം കേട്ടോ. ഇനി നമുക്ക് കഷ്ണമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ വെണ്ടയ്ക്ക ഒന്ന് വാട്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതാ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിക്കണം. ഇനി നമുക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പം അമ്മ വന്നത് എന്ന് വെച്ചാൽ പെട്ടെന്നൊരു അർജൻറ്റായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെ കുടുംബത്തിൽ എൻ്റെ അമ്മായിക്ക് സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ. അവർക്ക് കുറച്ച് ഇതായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഉമ്മ വന്നതാണ്. അമ്മായി എന്ന് പറഞ്ഞാൽ ഉമ്മാൻ്റെ ആങ്ങളിൻ്റെ ഭാര്യ കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഉമ്മ പെട്ടെന്ന് നാട്ടിൽ നിന്ന് വന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ആരോടും പറയാതിരുന്നത്. അപ്പം ഉമ്മ ഉണ്ട് ഇവിടെ. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ സാമ്പാർക്കുള്ള പൊടിയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കണ്. പിന്നെ ഇതാ വെണ്ടയ്ക്ക ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പച്ചക്കറി വാട്ടിയിട്ടൊന്നും അല്ല കേട്ടോ, പെട്ടെന്ന് വെക്കാൻ വേണ്ടിയിട്ട് ഇതാ പരിപ്പൊക്കെ വെന്തതിന് ശേഷം ഒക്കെ ഇട്ട് കൊടുത്ത് പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഇതാ ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഒരു 4 വെണ്ടയ്ക്ക കേട്ടോ. അത് നമ്മളെ സാമ്പാർ കഷ്ണം കിട്ടുകയാണ്. അപ്പോൾ അതിൽ ഒന്ന് നല്ലതുപോലെ മൂത്തിക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇട്ടില്ല. ബാക്കിയുള്ളതൊക്കെ അങ്ങോട്ട് ഇതാ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയിട്ട് നമുക്ക് പിന്നെ കറിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചോറിനുള്ള വെള്ളം വെക്കണം. അപ്പോൾ എന്നിട്ട് ദോശയൊക്കെ ചൂടാം കേട്ടോ. അപ്പോൾ സാമ്പാർ അവിടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേകുമ്പോഴത്തേനും നമുക്കിതാ ചോറിനുള്ള വെള്ളമൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണ്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കണം, അതുപോലെ എല്ലാതും പിന്നെ മീൻ നന്നാക്കണം. അങ്ങനെ ഒരു തിരക്കിൽ തന്നെയല്ലേ രാവിലെ. അപ്പോൾ ഇതാ നമ്മൾ സാമ്പാറൊക്കെ കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ കുറച്ച് പുളിയൊക്കെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. പുളി വെള്ളത്തിലിടാൻ പറ്റ മറന്നിരുന്നു കേട്ടോ. അപ്പോൾ വേഗം പുളിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം. ഇനിയിപ്പോൾ ഇതാ ദോശക്കുള്ള ചട്ടി വെച്ചിട്ടുണ്ട്. ചോറിനുള്ളതൊക്കെ റെഡിയാക്കി അങ്ങോട്ട് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ദോശമാവ് ഞാൻ പറഞ്ഞല്ലോ ഇന്ന് വലിയൊരു ഇതായില്ല കേട്ടോ. ഒരു എന്തോ പൊന്തി വന്നില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ ചെറിയ കുട്ടി അപ്പം ചൂടാന്ന് എഴുതിയിട്ട് അങ്ങനെ മറിച്ചിട്ടിട്ട് നമ്മൾ കുട്ടി ദോശ ഉണ്ടാക്കുമല്ലോ, അങ്ങനെ ഉണ്ടാക്കിട്ടോ. അപ്പോൾ അതുപോലെ ഉണ്ടാക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ. സോഫ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പരത്താതെ പിന്നെ ഹോൾസൊക്കെ അത്യാവശ്യം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാടില്ലെങ്കിലും ചെറുതായിട്ടൊക്കെ ഇങ്ങനെ വന്നിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളിതാ ദോശയൊക്കെ ചുട്ടതിന് മേലെ കുറച്ച് എണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഇതാകുമ്പോൾ മറിച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദോശ അങ്ങനത്തെ ഒരു ദോശ ആയിട്ടോ. അപ്പോൾ ഇതാ നമ്മൾ സാമ്പാർക്കുള്ള പുളിയൊക്കെ ഞാൻ ഒഴിച്ച് കൊടുത്തേക്കാണ്. ഇനിയിപ്പോൾ അതൊന്ന് സെറ്റായി വരട്ടെ. അപ്പോഴത്തേനും നമ്മൾ ദോശ ചുടലിങ്ങനെ ചുട്ടുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ
ദോശയും സാമ്പാറൊക്കെ ആകുമ്പോൾ ചിലപ്പോഴൊക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാക്കിയതാണ്. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും വേണോ എന്താണെന്നൊന്നും അറിയില്ല. ചിലപ്പോൾ ഓരോ സമയത്ത് ഓരോരോ പൂതിയല്ലേ, മക്കൾക്കായാലും ഞമ്മക്കായാലും അങ്ങനെ തന്നെയാണല്ലേ. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ അരി ഇട്ട് കൊടുത്ത് വെള്ളമൊക്കെ ചൂടായി വന്നതിന് ശേഷം നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വേവുന്ന അരി തന്നെയാണ്. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അത് അരി ഇട്ടേക്കണിട്ട് കറണ്ട് പോയിട്ടോ. പക്ഷേ രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ മഴ പെയ്താൽ അപ്പോൾ കറണ്ട് പോകും കേട്ടോ. അപ്പോൾ കറണ്ട് ഇങ്ങനെ പോയും വന്നും വന്നും പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല മഴയാണ്. ഇത് നമ്മളെ ബാക്ക് സൈഡാണ് കേട്ടോ. അപ്പോൾ ആ ബാക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല, വെള്ളം ഇതൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ പിന്നെ കിഴങ്ങ് പൊരിയാണ് കേട്ടോ മോന് സ്കൂൾക്കുള്ളത്. അതങ്ങോട്ട് സെറ്റാക്കുകയാണ്. അപ്പുറത്തെ ദോശയും പിന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഓന് സ്കൂൾക്കുള്ളത് ഈ തിരക്ക് അങ്ങോട്ട് വേഗം റെഡിയാക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ ചോറൊക്കെ ഇതാ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചുകൂടി വേവാണ്ട് കേട്ടോ. അപ്പോൾ അതോടെ കുറച്ചുകൂടി വേവട്ടെ. അപ്പോഴത്തേനും നമ്മൾ മീനൊക്കെ നന്നാക്കി എടുത്ത് വന്ന് പിന്നെ അതാ കുറച്ച് പയറും പൊട്ടിച്ച് തന്നിക്കണം കേട്ടോ. അപ്പോൾ ഉമ്മ പൊട്ടിച്ചതാട്ടോ. ഞാൻ മീൻ നന്നാക്കിയപ്പോഴത്തേനും ഉമ്മ പയറൊക്കെ അങ്ങോട്ട് പൊട്ടിച്ച് തന്നിക്കണം. അപ്പോൾ ഇന്ന് മീൻ പൊരിക്കണേൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ഇടുന്നില്ല കേട്ടോ. വെറും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇടണം കേട്ടോ. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ടുള്ളൊരു മീൻ പൊരിയാണ്. ഇഞ്ചി വെളുത്തുള്ളി ഇല്ലായിട്ടാട്ടോ ഉണ്ടാതിരുന്നത്, കഴിഞ്ഞിരിക്കണം. ഞാനിപ്പോൾ എപ്പോഴും സാധനങ്ങൾ കൊണ്ടുവരണമെന്ന് വെച്ചാൽ ഇന്ന് രാത്രി നമ്മൾ ടൗണിൽ നിന്ന് വരുമ്പോൾ എനിക്ക് വിളിക്കും കേട്ടോ. അപ്പോൾ എപ്പോഴും ഓരോ സാധനങ്ങൾ ഇങ്ങനെ മറന്നുകൊണ്ടേക്കാരം. അപ്പോൾ ഇന്നലെ പച്ചക്കറിയൊക്കെ പറഞ്ഞു, പക്ഷേ ഇഞ്ചി വെളുത്തുള്ളി പറ്റണ മറന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ കുറച്ച് കുരുമുളകും കൂടി പൊടിച്ച് നമ്മൾ മീനിക്ക് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ അതവിടെ ഇന്ന് സെറ്റാവട്ടെ. അപ്പോൾ ഞാൻ എന്തായാലും പോകും കേട്ടോ. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് പയറുപ്പേരി വെക്കലും മീൻ പൊരിക്കലൊക്കെ ഉമ്മാക്കുള്ള പണിയാണ്. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് കറക്റ്റ് സെറ്റാക്കി വെച്ചിട്ട് പോയാൽ ഉമ്മാക്ക് പെട്ടെന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ അത് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ. അപ്പോൾ എന്തായാലും നമ്മുടെ ചോറൊക്കെ കേട്ടോ ഊറ്റാനായി വെന്തിക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അപ്പോൾ എന്തായാലും നമ്മളെ ചോറ് റെഡിയായി. പിന്നെ മീനും പയറുപ്പേരും ഒക്കെ സെറ്റാക്കി വെച്ച് കൊടുത്ത് പോകും കേട്ടോ. അപ്പം ഉമ്മ അങ്ങോട്ട് റെഡി ആക്കിക്കോളും. അപ്പോൾ സാമ്പാറും റെഡിയായി, ദോശയൊക്കെ റെഡി ആയിട്ടോ. അങ്ങനെ രാവിലെ ഒരുങ്ങി വേഗം ആകെ ഒരു ദോശ കേട്ടോ കഴിച്ചു. അപ്പോൾ എങ്ങോട്ടേലും പോകുകയെന്ന് പറയുമ്പോൾ നമുക്ക് രാവിലെ കഴിക്കാനൊന്നും ഒരു മൂടുണ്ടാവില്ല കേട്ടോ. എനിക്കാണെങ്കിൽ ഇരുന്ന് സമാധാനത്തിൽ കഴിക്കണം കേട്ടോ, അപ്പോഴേ ഇറങ്ങുള്ളൂ. അങ്ങനെ അതൊക്കെ തിന്ന് കഴിഞ്ഞ് പോയി പഞ്ചായത്ത് പോയി. അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങി ബസ് കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ പഞ്ചായത്ത് ഇവിടെയാണ്. അപ്പം അങ്ങനെ ബസ് കാത്തിരുന്ന് നമ്മൾ ബസ്സൊക്കെ വന്ന് എൻ്റെ ഒപ്പം വേറെ ഒരു താത്തയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ വരുന്നില്ല, അവളാണ് മെയിൻ കേട്ടോ പഞ്ചായത്ത് എൻ്റെ ഇതിലൊക്കെ. അപ്പോൾ അവൾക്ക് അവിടെ കുറച്ചുകൂടി വർക്ക് ഉണ്ട് പറഞ്ഞിട്ട് അങ്ങനെ അവൾ അവിടെ നിന്നു. അങ്ങനെ ഞാനിതാ പോന്നിട്ട് വേഗം വന്നേക്കാന് ചോറെടുത്ത് കഴിക്കട്ടെ. അപ്പോൾ രാവിലെ നമ്മളൊരു കുറച്ച് ഒരു ദോശയല്ലേ കഴിച്ച് പോയത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നല്ല വിശപ്പ് കിട്ടും. പക്ഷേ അവിടുന്ന് ചായയും പഴംപൊരിയൊക്കെ കിട്ടിയിരിക്കണം കേട്ടോ പഞ്ചായത്തിൽ നിന്ന്. അപ്പോൾ അതൊക്കെ കഴിച്ചിരിക്കണം. അങ്ങനെ വൈകുന്നേരത്തെ വിശേഷത വെച്ചാൽ നമ്മളെ സ്വന്തം പെരേക്ക് തട വന്നിരിക്കണത് നമ്മളെ കാക്ക് വന്നതിന് ശേഷം വന്നതാണ്. വെറുതെ വൈകുന്നേരം ആയാൽ വെറുതെ ഇങ്ങനെ അങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ അമ്മോൻ്റെ കുട്ടീൻ്റെ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെ അവർ നിരത്തിയിരിക്കണം. നാളെ കുറ്റിയടിയാണ് കേട്ടോ. വീട് പണിക്ക് വേണ്ടി നാളെ കുറ്റിയടിക്കുകയാണ്. അപ്പോൾ നാളെ രാവിലത്തെ കുറ്റിയടി വീഡിയോ ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും സ്ഥലമൊക്കെ നിരത്തി നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ നമ്മളെ കാക്ക അവിടെ എന്തൊക്കെയോ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ റീലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു റീലൊക്കെ ഇങ്ങനെ എടുക്കും കേട്ടോ എവിടെ പോയാലും. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ നമ്മളെ അടുക്കളയിലേക്കാട്ടോ നമ്മൾ വരിക. അപ്പോൾ ഇങ്ങനെ മനസ്സിലിങ്ങനെ കയറും, എന്നാണ് ഈ അടുക്കളയിലൊക്കെ പാചകം ചെയ്യാൻ കഴിയുകയെന്ന് വിചാരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ അടുക്കളയും വീട് പണിയും കുറേ ഉണ്ട് കേട്ടോ. ഇനിയും പണികൾ ഒരുപാടുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ കഴിയട്ടെ, എന്നിട്ട് വേഗം ഒന്ന് ഇങ്ങോട്ട് പോരണം. അപ്പോൾ എന്തായാലും നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും സബ്ബൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.